ഈവനിംഗ്, വെൽക്കം ടു ദ ഡിബേറ്റ്. ജോർജ് ഫ്ലോയിഡ് എന്ന സാധുവിനെ കഴുത്തിൽ മുട്ടമർത്തി കൊലപ്പെടുത്തുമ്പോൾ ആ പ്രാണൻ നിലവിളിച്ചത് എനിക്ക് ശ്വാസം മുട്ടുന്നു എന്നായിരുന്നു. ലോകം പിന്നീട് ആ നിലവിളി ഏറ്റെടുത്തു. ഇത്തരത്തിൽ ശ്വാസം മുട്ടിച്ചും വാരിയലൊടിച്ചും ഉരുട്ടി നാഡീഞരമ്പുകൾ തകർത്തും എത്രയെത്ര ഫ്ലോയിഡുമാർ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലും പിടഞ്ഞു വീണു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെട്ട 14 കസ്റ്റഡി മരണങ്ങളാണ് 6 വർഷം കേരളം കണ്ടത്. ഇടിമുറിയിൽ പ്രാണനെടുത്ത കാക്കിയിട്ട കാപാലികർക്ക് യൂണിഫോമിന്റെ നക്ഷത്ര തിളക്കങ്ങൾ വഴികാട്ടുന്നു. കയ്യബദ്ധമല്ല, കൊടും മർദ്ദനം. നിരോധിക്കപ്പെട്ട 3-ാം മുറ. ഒടുവിൽ രക്ഷപ്പെടാൻ നിയമസഹായം. നൂറനാട് രാജു, ഈരാറ്റുപേട്ടയിൽ നസീർ, വരാപ്പുഴയിൽ ശ്രീജിത്ത്, വണ്ടൂരിൽ അബ്ദുൾ ലത്തീഫ്, തലശ്ശേരിയിൽ കാളിമുത്തു, നെടുങ്കണ്ടത്ത് രാജ്കുമാർ, പട്ടികയിൽ ഏറ്റവും ഒടുവിലായി താനൂരിൽ തമീർ ജഫ്രി. ഒരു സാധാരണ മരണമായി എഴുതപ്പെട്ടു പോകുമായിരുന്ന താനൂർ തമീർ ജഫ്രി കസ്റ്റഡി മരണം റിപ്പോർട്ടർ ടിവിയുടെ ഇടപെടലിൽ നിർണായക വഴിത്തിരിവിലാണ് ഇന്ന്. കേരള പോലീസ് അന്വേഷിച്ചിട്ടും വഴിതെളിയാത്ത കേസിൽ റിപ്പോർട്ടർ വാർത്ത ശരിവെച്ചുകൊണ്ട് CBI 4 പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ചോദ്യം ഇതാണ്: റിപ്പോർട്ടർ ടിവിയുടെ ഇടപെടലാണ്. മുബഷീർ പി അക്ബറും ഒപ്പം അഷ്കർ അലി കരിമ്പയും TV പ്രസാദും ചേർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് വളരെ നിഗൂഢമായ ഒരു കസ്റ്റഡി മരണത്തിന്റെ ചുരുളുകൾ അഴിഞ്ഞത്. ഇന്ന് CBI അറസ്റ്റ് ചെയ്ത പ്രതികൾ ആരൊക്കെയാണെന്ന് നോക്കാം. റിപ്പോർട്ടർ തന്നെ ആദ്യം സംശയിച്ചവർ പ്രതികളാക്കപ്പെട്ടിരിക്കുന്നു. 1-ാം പ്രതി ജിനേഷ്, സീനിയർ CPO, താനൂർ സ്റ്റേഷനിൽ. 2-ാം പ്രതി ആൽബിൻ അഗസ്റ്റിൻ, പരപ്പനങ്ങാടി സ്റ്റേഷനിലെ CPO. 3-ാം പ്രതി അഭിമന്യു, കൽപ്പകഞ്ചേരി സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ. 4-ാം പ്രതി തിരൂരങ്ങാടി സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ വിപിൻ. ചുമത്തിയത് 8 പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ നമ്മൾ നോക്കിയാൽ ഏതൊക്കെയാണ് വകുപ്പുകൾ എന്ന് നോക്കൂ. IPC 302 മർഡർ, കൊലപാതക കുറ്റം. IPC 342 അന്യായമായി തടങ്കൽ വയ്ക്കുക. IPC 346 രഹസ്യമായി അന്യായമായി തടങ്കൽ വയ്ക്കൽ. IPC 348 ഭയപ്പെടുത്തി കുറ്റം സമ്മതിപ്പിക്കുന്നതിന് വേണ്ടി തടഞ്ഞു വയ്ക്കുക. IPC 330 ഭയപ്പെടുത്തി മർദ്ദിച്ച് കുറ്റം സമ്മതിപ്പിക്കുക. IPC 323 ദേഹോപദ്രവം ഏൽപ്പിക്കൽ. IPC 324 ആയുധം ഉപയോഗിച്ച് മർദ്ദിച്ച് ഗുരുതര പരിക്കേൽപ്പിക്കൽ. IPC 34 സംഘം ചേർന്നുള്ള അതിക്രമം. ഈ അതിക്രമങ്ങളെല്ലാം കാട്ടിയത് തമീർ ജഫ്രി എന്ന ചെറുപ്പക്കാരനോടാണ്. ഇനി ഈ കേസിന്റെ നാൾ വഴി നമുക്കൊന്ന് പരിശോധിച്ചു വരാം. സംഭവം തുടങ്ങുന്നത് 2023 ജൂലൈ മാസം 31-ാം തീയതി. ലഹരി കൈവശം വെച്ചെന്നാരോപിച്ച് തമീർ ജഫ്രി ഉൾപ്പെടെ 12 പേരെ SP-യുടെ പ്രത്യേക സംഘം, ഡാൻസ് ഓഫ് എന്ന് പേരിട്ട സംഘം കസ്റ്റഡിയിലെടുക്കുന്നു. 2023 ജൂലൈ മാസം 31-ാം തീയതി 7 പേരെയും വെറുതെ വിട്ടു, 5 പേരെ പ്രതി ചേർക്കുന്നു. ഓഗസ്റ്റ് 1-ാം തീയതി കസ്റ്റഡിയിലിരിക്കെ തമീർ ജഫ്രി ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നു. ഓഗസ്റ്റ് 2-ാം തീയതി 8 പോലീസുകാർക്ക് സസ്പെൻഷൻ വരുന്നു. റിപ്പോർട്ടർ വാർത്ത ഏറ്റെടുക്കുന്നു. ഓഗസ്റ്റ് 8 ശരീരത്തിൽ 21 മുറിവുകൾ പോലീസ് മർദ്ദനവും മരണകാരണമായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടർ TV പുറത്തുവിടുന്നു. ഓഗസ്റ്റ് 10 അന്വേഷണം റിപ്പോർട്ടർ TVയുടെ വാർത്തയെ തുടർന്ന് CBIക്ക് വിടുന്നു. ഓഗസ്റ്റ് 13-ാം തീയതി 4 പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിൽ കൊലക്കുറ്റം ചുമത്തുന്നു. ഓഗസ്റ്റ് 21 റിപ്പോർട്ട് തേടുന്നു മനുഷ്യാവകാശ കമ്മീഷൻ. ഓഗസ്റ്റ് 25 കേസ് ഡയറിയും അന്വേഷണ പുരോഗതി റിപ്പോർട്ടും ഹാജരാക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെടുന്നു. ഓഗസ്റ്റ് 26 കസ്റ്റഡി മരണത്തിൽ പ്രതിപട്ടിക ക്രൈംബ്രാഞ്ചിന് സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 15 ക്രൈംബ്രാഞ്ച് കേസ് രേഖകൾ CBIക്ക് കൈമാറുന്നു. മെയ് 4, അതായത് ഇന്ന്, പ്രതികളായ 4 പോലീസുകാരെ CBI അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്തായിരുന്നു താനൂരിൽ നടന്നത്? എന്തിനായിരുന്നു തമീർ ജഫ്രിയുടെ അറസ്റ്റ്? എങ്ങനെയാണ് കസ്റ്റഡി കൊലപാതകം നടന്നത്? നമുക്കൊന്ന് പരിശോധിച്ചു വരാം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ കസ്റ്റഡി മരണം നടന്നത് എന്ന്. നമുക്കിതിൻ്റെ റൂട്ട് മാപ്പ് സഹിതം പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കാം. സംഭവം നടക്കുന്നത് ജൂലൈ മാസം 31-ാം തീയതി രാത്രി വൈകുന്നേരം 5 മണി കഴിഞ്ഞ് 7 മണിയും ആകുന്നതിനിടയ്ക്കുള്ള 2 മണിക്കൂർ സമയം. ജൂലൈ 31 5 മണിയാകുമ്പോഴേക്കും ഡാൻസ് ഓഫ് എന്ന് പറയുന്ന മലപ്പുറത്തെ ഈ ലഹരി വിരുദ്ധ സ്ക്വാഡ്, SP-യുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ലഹരി വിരുദ്ധ സ്ക്വാഡ് ചേളാരിയിലുള്ള ആലിങ്കലിലുള്ള ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ ഒരു സ്വകാര്യ ക്വാർട്ടേഴ്സിലാണ് തമീർ ജഫ്രിയും സുഹൃത്തുക്കളും താമസിക്കുന്നത്. തമീർ ജഫ്രിയും സുഹൃത്തുക്കളും താമസിക്കുന്ന ക്വാർട്ടേഴ്സിലേക്ക് വൈകുന്നേരം 5 മണി കഴിഞ്ഞ് ഈ ഡാൻസ് ഓഫിൻ്റെ സംഘം ഒരു വെള്ള സ്വിഫ്റ്റ് കാറിലെത്തുന്നു.
ഇവിടെ ഈ ചെളാരിയിലുള്ള ഈ വാടക ക്വാർട്ടേഴ്സിൽ വെച്ചാണ് ആദ്യമായി താമിർ ജഫ്രിയെയും കൂട്ടുകാരെയും ഈ ഡാൻസ് ഓഫിലെ അംഗങ്ങൾ കസ്റ്റഡിയിലെടുക്കുന്നത്. ഓർമ്മിക്കണം, ഇവിടെയാണ് ഇല്ലീഗലായിട്ടുള്ള ഒരു ഡിറ്റൻഷനും ഉണ്ടാവുന്നത്. ഡിറ്റക്ഷൻ നടന്നുവെങ്കിലും അത് താനൂർ പോലീസ് ആ ഘട്ടത്തിൽ അറിയുന്നില്ല. അങ്ങനെ ചെളാരിയിലെ ഡാൻസ് ഓഫിലെ 4 സാധാരണ സിവിൽ പോലീസ് ഓഫീസർമാരാണ് ഈ ചെളാരിയിലെ ക്വാർട്ടേഴ്സിലെത്തി ചെളാരിയിൽ വെച്ച് താമിർ ജഫ്രിയുടെ വീട്ടിൽ വെച്ച് MDMA കണ്ടെടുക്കുന്നത്. ഒപ്പം തന്നെ മറ്റു സുഹൃത്തുക്കളെയും ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ 12 പേരാക്കിയതിനു ശേഷം ഈ ചെളാരിയിലെ സ്വകാര്യ ക്വാർട്ടേഴ്സിൽ നിന്ന് വൈകുന്നേരം 7:50 ആകുമ്പോഴേക്കും ഈ ഡാൻസ് ഓഫിൻ്റെ സ്പെഷ്യൽ ടീം അവർ സഞ്ചരിച്ചിരുന്ന സ്വിഫ്റ്റ് കാറും ഒപ്പം ഈ ചെളാരിയിലെ ഈ താമിർ ജഫ്രിയുടെ വീട്ടിൽ സുഹൃത്തുക്കൾ വന്നിരുന്ന ഒരു ചുവന്ന നിക്സൺ കാറും ഒരു ഗ്രേ ആൾട്ടോ കാറും ഈ 3 കാറുകളിലുമായി ചെളാരിയിൽ നിന്ന് വൈകുന്നേരം 7:50 കൂടി ഈ ഡാൻസ് ഓഫ് സംഘം 12 പേരെയും കൊണ്ട് താമിർ ജഫ്രി അടക്കമുള്ള 12 പേരെയും കൊണ്ട് പരപ്പനങ്ങാടി പിന്നിട്ട് പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലേക്ക് എത്തുന്നു. ഓർമ്മിക്കണം, ചെളാരിയിൽ നിന്ന് പരപ്പനങ്ങാടിയിലേക്ക് എത്തുമ്പോൾ ചെളാരിയിൽ തന്നെ ഒരു പോലീസ് സ്റ്റേഷൻ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. അത് തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷൻ ജൂറിസ്ഡിക്ഷനാണ്. ഡാൻസ് ഓഫിൻ യഥാർത്ഥത്തിൽ കസ്റ്റഡിയിലെടുത്താൽ സ്വാഭാവികമായും ചെയ്യേണ്ടത് ഇവിടെ വെച്ചാണ്. ഈ പ്ലേസ് ഓഫ് ഒക്കറൻസ് ഇതാണെങ്കിൽ, ഈ ഡിറ്റക്ഷൻ നടന്നിരിക്കുന്ന സ്ഥലം ചേളാരിയാണെങ്കിൽ ആ ചേളാരിയുടെ പരിധിയിൽപ്പെടുന്ന പോലീസ് സ്റ്റേഷനായ തേഞ്ഞിപ്പലത്തേക്കാണ് ഈ താമിർ ജഫ്രിയെയും കൂട്ടാളികളെയും കൊണ്ടുപോകേണ്ടത്. പക്ഷേ പോലീസ് അങ്ങനെയല്ല ചെയ്യുന്നത്. ഡാൻസ് ഓഫ് ചേളാരിയിൽ നിന്ന് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷൻ പരിധിയായ പരപ്പനങ്ങാടിയിലേക്ക് എത്തിക്കുന്നു. പക്ഷേ പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിലും ഹാജരാക്കുന്നില്ല. അതിനുശേഷമാണ് തിരൂരങ്ങാടിയിലേക്ക് എത്തിക്കുന്നു. തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിലും ഹാജരാക്കുന്നില്ല. അപ്പോൾ 3 പോലീസ് സ്റ്റേഷൻ പരിധി കഴിഞ്ഞാണ് ഡാൻസ് ഓഫിലെ ഈ അംഗങ്ങൾ ഈ താമിർ ജഫ്രിയെയും സുഹൃത്തുക്കളെയും കൊണ്ട് താനൂരിലേക്ക് എത്തുന്നത്. ഇതാണ് ഏറ്റവും ദുരൂഹമായത്. 17 കിലോമീറ്റർ ദൂരമുണ്ട് ചേളാരിയിൽ നിന്ന് താനൂരിലേക്ക് എന്നത് പ്രേക്ഷകർ അറിയണം. അതിനിടയിൽ പിന്നിട്ടു പോകുന്നത് 3 പോലീസ് സ്റ്റേഷൻ്റെ ലിമിറ്റുകളാണ്. അതിലൊന്ന് തേഞ്ഞിപ്പലം, 2 പരപ്പനങ്ങാടി, 3 തിരൂരങ്ങാടി. അതിനുശേഷമാണ് താനൂരിലേക്ക് എത്തുന്നത്. താനൂരിലെത്തുമ്പോഴും ഓർമ്മിക്കേണ്ടത് നേരിട്ട് കൊണ്ടുപോകുന്നത് പോലീസ് സ്റ്റേഷനിലൂടെയല്ല. പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ ആളൊഴിഞ്ഞ താനൂർ പോലീസ് സ്റ്റേഷൻ്റെ ഒരു ബാച്ചുലർ ക്വാർട്ടേഴ്സിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആ ബാച്ചുലർ ക്വാർട്ടേഴ്സ് കുപ്രസിദ്ധമാണ് ഇടിമുറികൾക്ക്. ആ ബാച്ചുലർ ക്വാർട്ടേഴ്സിലേക്ക് എത്തിക്കുന്നതോടുകൂടി മർദ്ദനം ആരംഭിക്കുന്നു. അപ്പോഴേക്കും സമയം രാത്രി 9 മണിയായി എന്ന് അറിയണം. അതായത് 7:50 ചെളാരിയിൽ നിന്ന് 17 കിലോമീറ്റർ സഞ്ചരിച്ച് താനൂരിലെ ക്വാർട്ടേഴ്സിൽ എത്തിച്ച് ആ ക്വാർട്ടേഴ്സിൽ വെച്ചാണ് ക്രൂരമായ മർദ്ദനത്തിന് താമിർ ജഫ്രി ഇരയാക്കുന്നത്. കാലിലെ പാദങ്ങൾ അടിച്ചു പൊട്ടിക്കുന്നു. ഒപ്പം തന്നെ ശരീരമാസകലം ക്രൂരമായി മർദ്ദിക്കുന്നു. ഒരു കട്ടിയുള്ള ഒരു സിലിണ്ടർ പോലെയുള്ള ബാറ്റൺ ഉപയോഗിച്ചുകൊണ്ട് ശരീരമാസകലം മർദ്ദിക്കുന്നുണ്ട്. വളരെ ക്രൂരമായ മർദ്ദനത്തിന് താമിർ ജഫ്രി വിധേയമാക്കിയതിനു ശേഷം ഇവിടെ ഈ താനൂരിലെ ക്വാർട്ടേഴ്സിൽ നിന്ന് താമിർ ജഫ്രിയെയും ഒപ്പം സുഹൃത്തുക്കളെയും കൊണ്ട് വീണ്ടും ഡാൻസ് ഓഫിന്റെ സംഘം കാറിൽ കയറുന്നു. അങ്ങനെ രാത്രി 12 മണി വരെ, അതായത് 9 മണി മുതൽ 12 മണി വരെയുള്ള സമയമാണ് ഈ താനൂരിലെ ഈ സ്വകാര്യ ക്വാർട്ടേഴ്സിൽ വെച്ച് ക്രൂരമായ മർദ്ദനത്തിന് താമിർ ജഫ്രി ഇരയാക്കുന്നത്. 12 മണി ആകുന്നതോടുകൂടി താനൂരിലെ റെയിൽവേ മേൽപ്പാലത്തിനടുത്തേക്ക് ദേവധാർ മേൽപ്പാലത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ഈ സമയത്താണ് താനൂർ പോലീസ് സ്റ്റേഷനിലെ SI ആയിരുന്ന കൃഷ്ണലാലിന് ഡാൻസ് ഓഫ് സംഘങ്ങളുടെ SP-യുടെയും DVSP-യുടെയും ഒക്കെ കോൾ വരുന്നതും ഇങ്ങനെ ഡിറ്റക്ഷൻ നടത്തിയിട്ടുണ്ടെന്നും MDMA കയ്യിൽ സൂക്ഷിച്ച കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ഓഫ് MDMA കയ്യിൽ സൂക്ഷിച്ചവരെ പിടികൂടാൻ വേണ്ടി അവരെ ഏറ്റെടുക്കാൻ വേണ്ടി വരണമെന്നും പറയുന്നത്. ഓർമ്മിക്കണം, ചേളാരിയിൽ വെച്ച് പോലീസ് ഡിറ്റക്ട് ചെയ്ത് MDMA കണ്ടെടുത്ത് 3 പോലീസ് സ്റ്റേഷൻ പരിധികൾ കടന്ന് താനൂരിലെ പോലീസ് സ്റ്റേഷനും പരിധിയും കടന്ന് താനൂരിലെ ബാച്ചുലർ പോലീസ് ക്വാർട്ടേഴ്സിൽ വെച്ച് ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കിയ ശേഷമാണ് രാത്രി 12 മണിയോടുകൂടി നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ താനൂരിലെ ദേവധാർ റെയിൽവേ ഫ്ലൈ ഓവറിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ വെച്ചാണ് താനൂർ പോലീസ് സ്റ്റേഷനിലെ SI ആയ കൃഷ്ണലാലിന് ഈ താമിർ ജഫ്രിയെയും കൂട്ടരെയും കൈമാറുന്നത്. അപ്പോഴേക്കും ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി കഴിഞ്ഞിരുന്നു താമിർ ജഫ്രി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതോടുകൂടി കൃഷ്ണലാലിന് ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി നടക്കാൻ പോലും ശേഷിയില്ലാതിരുന്ന താമിർ ജഫ്രിയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ രാത്രി 1:45 ഈ റെയിൽവേ മേൽപ്പാലത്ത് നിന്ന് പ്രൊസീജിയറുകളെല്ലാം പൂർത്തിയാക്കി ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ ഈ നേരത്തെ ചെളാരിയിൽ നിന്ന് കണ്ടെത്തിയ MDMA താനൂരിൽ നിന്ന് കണ്ടെത്തിയെന്ന രേഖയുണ്ടാക്കി അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുന്നു, അഥവാ കൃഷ്ണലാലിന് കൈമാറുന്നു. അങ്ങനെ ഡാൻസ് ഓഫിലെ അംഗങ്ങൾ കൃഷ്ണലാലിന് താമിർ ജഫ്രിയെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കിയ ശേഷം കൈമാറി. കൃഷ്ണലാൽ ഈ താമിർ ജഫ്രിയെയും കൂട്ടാളികളെയും കൊണ്ട് നേരെ പോകുന്നത് താനൂർ സ്റ്റേഷനിലേക്കാണ്. അടുത്ത എപ്പിസോഡ് നടക്കുന്നത് താനൂർ സ്റ്റേഷനിലാണ്. താനൂർ സ്റ്റേഷനിലെ റെസ്റ്റ് റൂമിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നു. അതിനുശേഷം FIR ഇടാൻ വേണ്ടി
ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നു. റെസ്റ്റ് റൂമിൽ വെച്ച് അപ്പോഴേക്കും സമയം ഓഗസ്റ്റ് 1-ാം തീയതി 2 മണിയായി കഴിഞ്ഞിരുന്നു. പുലർച്ചെ 2 മണിയായി കഴിഞ്ഞിരുന്നു. ഈ 2 മണിക്കും 4 മണിക്കും ഇടയിലാണ് താമിർ ജഫ്രി താനൂരിലെ പോലീസ് സ്റ്റേഷനിലെ വിശ്രമമുറിയിൽ കുഴഞ്ഞു വീഴുന്നത്. അങ്ങനെ നുരയും പതയും വന്ന അവസ്ഥയിലാണ് താമിർ ജഫ്രിയെ അവിടെ നിന്നും പോലീസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അജിനോറ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് താനൂരിലേക്ക് കൊണ്ടുപോകുന്നത് ആ ഘട്ടത്തിലാണ്. അതായത് രാവിലെ ഓഗസ്റ്റ് മാസം 1-ാം തീയതി രാവിലെ 4 മണിക്ക് താനൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും അജിനോറ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. 4:30 ആശുപത്രിയിൽ എത്തിക്കുന്നുവെങ്കിലും ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണം സ്ഥിരീകരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, താനൂരിലെ ദേവധാർ ഫ്ലൈയിങ് റെയിൽവേയുടെ ഫ്ലൈ ഓവറിൽ നിന്ന് താനൂരിലെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നതിനു ശേഷം തമീർ ജഫ്രിയെ തങ്ങളെ മർദ്ദിച്ചിട്ടേ ഇല്ല എന്ന് ഈ സംഘത്തിലുള്ളവർ തന്നെ ഇതിൽ പ്രധാനപ്പെട്ട മൊഴി നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കൃഷ്ണലാലിനെയും ഒപ്പം ഡാൻസ് ഓഫ് ടീമിൽ നിന്ന് ഇവ ഏറ്റുവാങ്ങിയ മറ്റു പോലീസ് സംഘത്തെയും ബലിയാടാക്കുകയായിരുന്നോ ഡാൻസ് ഓഫ് ടീം എന്ന ചോദ്യം പ്രസക്തമാണ്. അങ്ങനെ ക്രൂരമായി തമീർ ജഫ്രിയെ മർദ്ദിച്ച ഡാൻസ് ഓഫ് ടീമിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയാണോ നിലവിൽ ഡിവൈഎസ്പിയും SP-യും CI-യും അടക്കമുള്ളവർ ശ്രമിക്കുന്നത് എന്ന പ്രസക്തമായ ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇതാണ് പ്രേക്ഷകർ കണ്ട ടൈം ലൈൻ. ആ ടൈം ലൈൻ വളരെ വേഗം ഒരിക്കൽ കൂടി ഞാൻ പറയാം. ജൂലൈ 31-ാം തീയതി രാത്രിയിൽ വൈകുന്നേരം നടക്കുന്ന സംഭവമാണ്. ജൂലൈ 31 വൈകുന്നേരം 5 മണിക്ക് സംഭവം തുടങ്ങുന്നത് ചേളാരിയിൽ വെച്ച്. ചേളാരിയിലെ തമീർ ജഫ്രിയുടെ ക്വാർട്ടേഴ്സ്, ആ സ്വകാര്യ ക്വാർട്ടേഴ്സിൽ നിന്ന് തമീർ ജഫ്രിയെയും കൂട്ടാളികളെയും ഡാൻസ് ഓഫിന്റെ സംഘം 3 വാഹനങ്ങളിലായിട്ട് ഈ വൈകുന്നേരം 7:50 നേരെ പരപ്പനങ്ങാടി, തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനുകൾ പിന്നിട്ട് താനൂരിലേക്ക് കൊണ്ടുപോകുന്നു. താനൂരിലെ ബാച്ചിലർ ക്വാർട്ടേഴ്സിൽ വെച്ച് ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കുന്നു. രാത്രി 9 മണി മുതൽ 12 മണി വരെയുള്ള സമയം 3 മണിക്കൂർ നേരം ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കിയതിനു ശേഷം താനൂരിൽ നിന്നും ഈ ക്വാർട്ടേഴ്സിൽ നിന്നും നേരെ താനൂരിലെ ഫ്ലൈ ഓവറിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ റെയിൽവേ ദേവധർ ഫ്ലൈ ഓവറിൽ വെച്ച് ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി തീർന്നിരിക്കുന്ന താമിർ ജഫ്രിയെയും സംഘത്തെയും പോലീസ് സ്റ്റേഷനിലെ ചാർജുള്ള കൃഷ്ണലാലിന് കൈമാറുന്നു. SI കൃഷ്ണലാലിന് കൈമാറുന്നു. ഇവിടെ 2 മണി മുതൽ 4 മണി വരെയുള്ള സമയം കൃഷ്ണലാൽ ഏറ്റെടുക്കുന്നു താമിർ ജഫ്രിയെ. ഏറ്റെടുത്ത് 4 മണിക്ക് താനൂർ പോലീസ് സ്റ്റേഷനിൽ താമിർ ജഫ്രി റെസ്റ്റ് റൂമിൽ കുഴഞ്ഞു വീഴുന്നു. അതിനുശേഷമാണ് താനൂരിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതാണ് ഇതുവരെ സംഭവിച്ചിരിക്കുന്ന മരണത്തിന്റെ ദിവസം, ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് മാസം 1-ാം തീയതി വരെയുള്ള സമയം സംഭവിച്ചിരിക്കുന്ന യഥാർത്ഥത്തിലുള്ള ടൈം ലൈൻ. തമീർ ജഫ്രിയുടെ ശരീരത്തിൽ 21 മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ സഹായത്തോടെ നമ്മളത് പരിശോധിച്ചത് ഒരിക്കൽ കൂടി കാണാം. 21 മുറിവുകളാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 173 സെന്റിമീറ്റർ ഉയരവും 58.5 കിലോഗ്രാം ഭാരവുമുള്ള തമീർ ജഫ്രിയെ ചേളാരിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് പോലീസ് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നത് വെളിവാക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഈ പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്ന ഈ മർദ്ദനങ്ങൾ ഉണ്ടായത്, അതെങ്ങനെ മരണകാരണമായി എന്ന് പ്രേക്ഷകർക്ക് ഈ ഓഗ്മെന്റഡ് റിയാലിറ്റി വഴി ഞാൻ വിശദീകരിക്കാം. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 21 ഇടങ്ങളിലായിട്ടാണ് മുറിവും ചതവും അടക്കമുള്ള പരിക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓർമ്മിക്കണം, ഇതിൽ പലതും മുറിവുകളാണ്. അബ്രേഷൻസ് എന്ന് ഫോറൻസിക് ലാംഗ്വേജിൽ പറയും. മറ്റൊന്ന് കൺട്യൂഷൻസ് ആണ്, അഥവാ ചതവുകൾ എന്ന് ഫോറൻസിക് ഭാഷയിൽ പറയും. 1, 2, 3, 4 എന്നിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്ന വലത്തെ കൈയുടെ ഭാഗത്ത് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ഈ വലത്തെ കൈയുടെ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അബ്രേഷൻസ് ആണ്. അത് കൈവിലങ്ങ് അണിഞ്ഞത് കൊണ്ടുള്ളതാവാം. എന്നാൽ ആ 2 ഭാഗങ്ങളിലും കൺട്യൂഷൻസും രേഖപ്പെടുത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് 5 മുതൽ 21 വരെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട പരിക്കുകൾ എന്ന് പറയുന്നത് അബ്രേഷൻസ് അല്ല, അത് ട്രാംലൈൻ കൺട്യൂഷൻസ് എന്നാണ് പറയുന്നത്. പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് പോലെ 5, 6 എന്നുള്ളത് ലെഫ്റ്റ് കൈയിൽ, ഇടത്തെ കൈയിലെ ഭാഗത്തിൽ റിസ്റ്റിൽ കാണപ്പെടുന്ന അബ്രേഷൻസ് ആണ്. എന്നാൽ അതിനു താഴെ ഇങ്ങോട്ട് ട്രാംലൈൻ കൺട്യൂഷൻസ് എന്ന് പറയും. ട്രാംലൈൻ കൺട്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു റെയിൽവേ ലൈനിന്റെ പാളം എന്നതുപോലെ കൃത്യമായിട്ടുള്ള ചതവുകൾ ത്വക്കിനടിയിൽ കാണപ്പെടുന്നു. ത്വക്കിന് പുറത്തേക്ക് അത് പ്രദർശിച്ചു നിൽക്കുന്നതായിട്ട് കാണാം. നോക്കൂ, 1, 2, 3, 4 എന്നിങ്ങനെയുള്ള അബ്രേഷൻസ് കാണപ്പെടുന്നത് വലത്തെ കൈയുടെ ഭാഗത്താണ്. അവിടെ 3, 4 എന്ന് പറയുന്ന പരിക്കുകൾ കാണപ്പെടുന്നത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട്. അവിടെയാണ് പോലീസിന്റെ ലാത്തി കൊണ്ട് അല്ലെങ്കിൽ ചൂരൽ കൊണ്ട് മർദ്ദനമുണ്ടായി എന്നുള്ളത്. 21 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് മസിലിന്റെ താഴെ ഭാഗത്ത് കാണുന്ന ചതവാണ്. അത് ഏതെങ്കിലും തരത്തിൽ വളരെ ശക്തമായിട്ട് പോലീസ് ബലപ്രയോഗം നടത്തുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. ഇനി അതിനുശേഷം താഴേക്ക് വന്നാൽ, വളരെ ക്ലോസിലേക്ക് നമ്മൾ പോയാൽ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും മരണകാരണമായേക്കാവുന്ന ആഘാതം സംഭവിച്ചിരിക്കുന്നത് പുറം ഭാഗത്താണ്. ഈ ചിത്രമൊന്ന് നമ്മൾ തിരിച്ച് ക്യാമറയ്ക്ക് നേരെ വെക്കുക.
നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് ഈ പുറം ഭാഗത്തെ ഒരു ഭാഗം നിറയെ പൂർണ്ണമായിട്ടും മർദ്ദനമേറ്റിരിക്കുന്ന പാടുകളാണ് കാണാൻ സാധിക്കുന്നത്. 9, 10, 11, 12, 13 ഈ ഭാഗം ഒരു ഭാഗം മുഴുവൻ കടുത്ത മർദ്ദനത്തിന്റെ പാടുകളാണ് കാണപ്പെടുന്നത്. ഇതാണ് ട്രാംലൈൻ കൺട്യൂഷൻസ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിൽ. അതായത് ഒന്നുകിൽ കൈകൊണ്ടുള്ള മർദ്ദനം, അതല്ലെങ്കിൽ കട്ടിയുള്ള മൂർച്ചയില്ലാത്ത ലാത്തി പോലുള്ള ഉപകരണം കൊണ്ടുള്ള മർദ്ദനം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാൽഭാഗത്തേക്കും സമാനമായ രീതിയിലുള്ള പരിക്കുകൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 14, 15, 16, 17, 18 എന്നിങ്ങനെ കാണപ്പെടുന്ന കാൽഭാഗത്ത് കാണപ്പെടുന്ന പരിക്കുകൾ അത് ട്രാംലൈൻ അബ്രേഷൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം. ചിത്രത്തിൽ കാണുന്നത് പോലെ ഈ ട്രാംലൈൻ അബ്രേഷൻസ് കാൽഭാഗത്ത് ഒപ്പം തന്നെ മുതുകിൻ്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിൽ തുടർച്ചയായിട്ട് കാണപ്പെടുന്ന ഈ ട്രാംലൈൻ കൺട്യൂഷൻസ് നമ്മളോട് പറയുന്നത് മൂർച്ചയില്ലാത്ത ലാത്തി പോലെയുള്ള ഒരു ഉപകരണം വെച്ച് ഒന്നുകിൽ ശക്തമായി മർദ്ദിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉരുട്ടലിന് വിധേയമായിട്ടുണ്ട് എന്നതാണ് കാണാൻ സാധിക്കുക. നോക്കൂ, ആ ചിത്രം നമ്മൾ മുൻപിലോട്ടും പുറകിലേക്കും ആ ക്യാമറ ആംഗിൾ ഫിക്സ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. ഇത് നിർത്തിയും കിടത്തിയും ഉപദ്രവിച്ചിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയായിട്ട് വേണമെങ്കിൽ നമുക്കിത് എടുക്കാൻ സാധിക്കും. അതായത് ഇടത്തെ കൈയിൽ റിസ്റ്റ് മുതൽ താഴെ ഭാഗത്തെ കാൽഭാഗം വരെയുള്ള ഭാഗങ്ങളിൽ 2 തരത്തിലുള്ള പരിക്കുകൾ കാണാം. തമീർ ജഫ്രിയെ ക്രൂരമായ കസ്റ്റഡി മരണത്തിന് ഇരയാക്കിയിട്ടുണ്ട് എന്നതാണ് ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചേളാരിയിൽ നിന്ന് തമീർ ജഫ്രിയെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ആദ്യം വലത്തെ കൈയുടെയും ഇടത്തെ കൈയുടെയും ഭാഗത്ത് ശക്തമായ മുറിവ് ഏൽപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം ശരീരത്തിൻ്റെ പുറകിലത്തെ ഭാഗത്ത് ട്രാംലൈൻ കൺട്യൂഷൻസ് എന്ന് രേഖപ്പെടുത്തുന്ന വലിയ ചതവുകൾ ായിട്ട് പോകുന്ന ചതവുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം കാൽഭാഗത്തേക്കും സമാനമായ രീതിയിലുള്ള ഒരു മർദ്ദനത്തിൻ്റെ ചിത്രങ്ങളും ഇത് നിലവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും മാരകമായ മർദ്ദനമേറ്റിരിക്കുന്നത് 9, 10, 11, 12, 13 എന്നിങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് ഏറ്റവും ക്രൂരമായ മർദ്ദനം ഉണ്ടായിരിക്കുന്നത്. ഈ പരിക്കുകളിൽ 1ഉം 2ഉം ഒരുപക്ഷെ ഹാൻഡ് കഫ് ഉറഞ്ഞതാണെന്ന് പറഞ്ഞാൽ പോലും 3, 4 എന്നിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്ന അബ്രേഷൻസ് എങ്ങനെയുണ്ടായി എന്ന് ചോദ്യം. അതേപോലെ 5ഉം 6ഉം എന്നുള്ളത് ലെഫ്റ്റ് സൈഡിലെ റിസ്റ്റ് മുതൽ ഉള്ള ഭാഗത്ത് കാണപ്പെടുന്നതാണ്. അതും ഹാൻഡ് കഫ് കൊണ്ടുള്ള അബ്രേഷൻസ് ആണെന്ന് പറഞ്ഞാൽ 21 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന കൺട്യൂഷൻ എങ്ങനെയുണ്ടായി എന്ന ചോദ്യം. മരണകാരണമായേക്കാവുന്നത് ഈ 1 മുതൽ 21 വരെയുള്ള ഈ മർദ്ദനങ്ങളിൽ 9 മുതൽ 13 വരെയുള്ള രേഖപ്പെടുത്തിയിരിക്കുന്ന മർദ്ദനങ്ങളാണ് ഒരുപക്ഷെ മരണകാരണമായേക്കാവുന്നത്. അത് ശരീരത്തിൻ്റെ പുറകുഭാഗത്ത് നിന്നുണ്ടാക്കിയിരിക്കുന്ന കൺട്യൂഷൻസ് ആണ്. ആ കൺട്യൂഷൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ലാത്തി പോലുള്ള അതല്ലെങ്കിൽ ഒരു PVC പൈപ്പ് പോലെയുള്ള ഒരു ഉപകരണം വെച്ചാണ്. 21 അസാധാരണമായ മർദ്ദനത്തിൻ്റെ പാടുകളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. 13 പേജുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അക്ഷരാർത്ഥത്തിൽ താമിർ ജഫ്രിയുടെ മരണം കസ്റ്റഡി മരണമാണ് എന്ന റിപ്പോർട്ടറിൻ്റെ റിപ്പോർട്ടിനെ ശരിവയ്ക്കുന്നതാണ്. നമ്മൾ ഇനി ഈ കണക്കുകൾ നമ്മളോട് പറയുന്നത്, ഈ മർദ്ദനത്തിൻ്റെ എണ്ണം നമ്മളോട് പറയുന്നത് അത്ര ക്രൂരമായ കസ്റ്റഡി പീഡനത്തിന് ഇരയായിട്ടുണ്ട് താമിർ ജഫ്രി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയായിരുന്നു ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പിടിവള്ളിയും ഒടുവിൽ 4 പോലീസ് ഉദ്യോഗസ്ഥരുടെ അറസ്റ്റിലേക്ക് CBI നയിച്ചതും. 9 മാസങ്ങൾക്ക് ശേഷമാണ് തമീർ ജഫ്രിയുടെ കസ്റ്റഡി കൊലയിൽ അറസ്റ്റ് ഉണ്ടാകുന്നത്. എന്താണ് പൊതുജനങ്ങളുടെ പ്രതികരണം എന്നുകൂടി വേഗം നോക്കി വരാം. പക്ഷേ അറസ്റ്റ് കുറച്ച് വൈകി എന്ന് പറയാൻ ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ ഓഗസ്റ്റ് ജൂലൈ അവസാനത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇതിപ്പോൾ അടുത്ത ജൂലൈയിലേക്ക് ഇനി 2 മാസമേ ബാക്കിയുള്ളൂ. അത് ഏറ്റവും പ്രധാന പ്രതി എന്ന് പറയുന്നത് അന്നത്തെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സുജിത് ദാസ് IPS ആണ്. ഇപ്പോഴോ അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത് CBI കുറച്ച് വൈകിപ്പിച്ചു എന്നുള്ള ഒരു ആക്ഷേപം നമുക്കുണ്ടെങ്കിലും ഇപ്പോഴെങ്കിലും ആ നീതിയിലേക്ക് കാര്യങ്ങൾ അടുക്കുന്നു എന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഉന്നതരിലേക്ക് എത്തിയെങ്കിലേ ഇതിലെ യഥാർത്ഥ പ്രതികൾ പുറത്തു വരുള്ളൂ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അവരുടെ പ്രത്യക്ഷമായും പരോക്ഷമായിട്ടൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പം ഇത് 3-4 പോലീസുകാരെ ഇട്ടിട്ട് അവർ ഇതിൽ ഒഴിഞ്ഞു മാറുകയാണ് എന്നുള്ളതാണ്. ഇതിലേറ്റവും വലിയ അംഗീകാരം അറിയിക്കുന്ന റിപ്പോർട്ട് ചാനലിനാണ്. എന്ന് വെച്ചാൽ കാരണം ഇതിൻ്റെ തുടക്കം മുതലേ അവരിതിൻ്റെ പിന്നിലായിട്ട് കൂടി കാര്യങ്ങൾ വ്യക്തമായി CBIനെ ധരിപ്പിച്ചിട്ടുണ്ടെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങളൊക്കെ. എന്തായാലും ഇതിൻ്റെ ഉന്നതരെ പിടിക്കപ്പെടുമെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ 4 ആളെ പിടിച്ചെന്ന് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് സന്തോഷം. അതുകൊണ്ട് ഇനിയുമുള്ള പ്രതികളെ ഉടനെ പിടിക്കുമെന്നാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നത് നമുക്ക് യഥാർത്ഥത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ട 2 ആൾ. ഒന്ന് താനൂർ CI ജീവൻ ജോർജും അന്നത്തെ മലപ്പുറം SP-നാണ് ഇതിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണം, ഈ നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവന്ന് അവരെയും ഇതിലേക്ക് വിധേയമാക്കണം. എൻ്റെ അഭിപ്രായം തന്നെ. തെറ്റ് ചെയ്തിട്ടുണ്ട് പോലീസുകാരായാലും ശിക്ഷ അവിടെ ഉണ്ടായി. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം.
ചില പാർട്ടികളെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് കേരള പോലീസ് നിലപാടെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ തെളിവാണ് ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് മേയർ ഒരു പ്രശ്നം. അതേമാതിരി തന്നെയാണ് ഈ താന്നൂർ ഈ കസ്റ്റഡി മരണത്തിൻ്റെത്. അത് പോലീസ് അന്വേഷിച്ചാൽ തന്നെ തെളിവ് കിട്ടേണ്ടതാണ്. പക്ഷേ അപ്പോൾ CBI വരേണ്ട ആവശ്യം വന്നു. നല്ല പോലീസിൻ്റെ ഒരു ഇതാണ്. അതാ CBI വരാൻ കാരണം. അറസ്റ്റ് ചെയ്യണം, ഇങ്ങനത്തെ ഇതിനെല്ലാം അറസ്റ്റ് ചെയ്യണം, കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ തിരുവനന്തപുരം കണ്ടില്ലേ, അതൊരു പ്രശ്നമാണ്. അവർ ചെയ്തതാണെങ്കിൽ അവർക്ക് അതിൻ്റെ തക്കതായ ശിക്ഷ അവർക്ക് കിട്ടണം. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. യുവാവിന് അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, തെറ്റ് ചെയ്യാത്ത കുട്ടിയല്ലേ, അതിനുള്ള ശിക്ഷ പോലീസുകാർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടണം. അത്രേ ഉള്ളൂ പറയാൻ. ഏതായാലും CBI ഇതിൽ 4 പോലീസുകാരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വാർത്ത കേരളത്തിൽ നീതി പ്രതീക്ഷിച്ച് നിൽക്കുന്ന, സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. താമര ജിഫറിൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കും എന്നതാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ കേസിൽ പലപ്പോഴും ഈ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ഒരു പരിപാടികളാണ് നടന്നുകൊണ്ടിരുന്നത്. ഏതായാലും 4 പോലീസുകാരെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട്. ആ റിപ്പോർട്ട് കുറച്ച് മുന്നേ കണ്ടു. ഏതായാലും വളരെ സന്തോഷമായി. തമീർ ജഫ്രിയുടെ കസ്റ്റഡി കൊലപാതകത്തിൽ CBIയുടെ അറസ്റ്റോടെ ദുരൂഹത മാറുന്നോ, സത്യത്തിലേക്ക് വെളിച്ചം വീശുന്നു എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. വിശദമായി ഈ തമീർ കസ്റ്റഡി മരണം അന്വേഷിച്ച ഞങ്ങളുടെ പ്രതിനിധികൾ മുബഷിർ P. അക്ബർ, അഷ്കർ അലി കരിമ്പ, TV പ്രസാദ് എന്നിവർ തത്സമയം നമുക്കൊപ്പം ചേരുന്നു. ഒപ്പം ഹാരിസ് ജഫ്രി, താമീർ ജഫ്രിയുടെ സഹോദരനും റിട്ടയർഡ് SP രാജ്മോഹനും അഭിഭാഷകനായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായും നമുക്കൊപ്പമുണ്ട്. ആദ്യം മുബഷിറിലേക്ക് പോയാൽ, മുബഷിർ, ഈ കസ്റ്റഡി കൊലപാതകം റിപ്പോർട്ടർ TV ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ, ഒരുപക്ഷെ CBI രംഗത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഈ കേസിന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്നാണ് നമ്മൾ ഭയപ്പെടുന്നത്. അരുൺകുമാർ, നിശ്ചയമായും അത് കേവലം ഒരു ലഹരി പദാർത്ഥം ഉപയോഗിച്ചതിന് പിടികൂടിയ ഒരു യുവാവിൻ്റെ കസ്റ്റഡിയിലുണ്ടായിരുന്ന സമയത്ത് സംഭവിച്ച ഒരു സാധാരണ മരണമായി ചുരുങ്ങിപ്പോയേനെ എന്നുള്ളത് തന്നെയാണ് വാസ്തവം. കാരണം കഴിഞ്ഞ ഓഗസ്റ്റ് 1-ാം തീയതിയാണ് ഈ ഒരു സംഭവം ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതും പുറത്തു വരുന്നതും. താമർ ജിഫ്രിയുടെ മൃതദേഹം താനൂർ അജിനോറ ആശുപത്രിയിൽ എത്തിയ സമയത്ത് അവിടെ നമ്മളെ അറിയുന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തെ ഈ നിലയിലുള്ളൊരു വിവരം നമുക്ക് കൈമാറുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ എത്തിയ സമയത്ത് ഒരു പോലീസ് വാഹനത്തിൽ 2 പോലീസുകാർ മാത്രമാണ് ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. എന്താണ് സംഭവം എന്ന് അന്വേഷിക്കുന്ന സമയത്ത് ആ പോലീസുകാർ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിൽ ആ ഒരു മേഖലയിലെ പൊതുപ്രവർത്തകരൊക്കെ തന്നെ അവിടേക്ക് വരുന്നു, കാര്യങ്ങൾ അന്വേഷിക്കുന്നു. എന്നാൽ ആശുപത്രി അധികൃതർക്ക് പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായൊരു നിർദ്ദേശം നൽകിയിരുന്നു, ഈ മൃതദേഹം മറ്റാർക്കും തന്നെ കാണിച്ചു കൊടുക്കരുത്. കൂടാതെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഒന്നും തന്നെ ഈ ഒരു മരിച്ച താമർ ജിഫ്രിയുടെ ബന്ധുക്കളെയോ മറ്റാരെയും തന്നെ ഈ ഒരു വിവരം അറിയിച്ചിരുന്നില്ല എന്നുള്ളതാണ് അതിൽ ആദ്യത്തെ ദുരൂഹത എന്ന് പറയുന്ന ഒരു പോയിന്റ്. പിന്നീടാണ് സംഭവത്തിൽ യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധമായതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ നിലയിൽ കാര്യങ്ങൾ ഡെവലപ്പ് ആയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് കേവലം ഒരു ലഹരി കേസായി ചുരുങ്ങി ഒരു തരത്തിലും ചർച്ച ചെയ്യപ്പെടാതെ മണ്ണടിഞ്ഞു പോയേനെ എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അന്നത്തെ മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് ആ ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങളോടൊക്കെ തന്നെ ഫോണിലൂടെ അദ്ദേഹത്തോട് വിവരങ്ങൾ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് ലഹരി പദാർത്ഥം പിടികൂടിയതുമായി ബന്ധപ്പെട്ടൊരു കേസാണിത്. താനൂർ ദേവദാർ പാലത്തിന്റെ താഴെ നിന്നുമാണ് ഇത്തരത്തിൽ ഈ ഒരു സംഘത്തെ പിടികൂടിയിട്ടുള്ളത്. അതിനിടയിൽ ഒരു യുവാക്കളെ കൊണ്ടുവന്നു പോലീസ് സ്റ്റേഷനിൽ വിശ്രമിക്കുന്നതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു മരിച്ച താമർ ജിഫ്രി ലഹരി പദാർത്ഥം ഉപയോഗിച്ചിരുന്നു എന്ന് സംശയമുണ്ടായിരുന്നു എന്ന കാര്യം ഉൾപ്പെടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. കൂടാതെ അതിനുശേഷം അവിടെ പ്രതിഷേധമുണ്ടായതിന് തൊട്ട് പിന്നാലെ എല്ലാ മാധ്യമങ്ങളെയും ഒരുമിച്ച് കണ്ട സമയത്തും അദ്ദേഹം ഇതേ നിലപാട് അല്ലെങ്കിൽ ഇതേ പ്രതികരണം ആവർത്തിച്ചു എന്നുള്ളതാണ്. ലഹരി പദാർത്ഥവുമായി ബന്ധപ്പെട്ട കേസാണ്. ഞാൻ അന്നത്തെ ഈ ഒരു കാര്യത്തിൽ അവർ ആദ്യം ഉണ്ടാക്കിയ ഒരു കഥ നമ്മളെ വിശ്വസിപ്പിക്കാൻ അനാവശ്യമായൊരു തിടുക്കമുണ്ടായിരുന്നതായിട്ട് തോന്നിയിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ ഡെഡ് ബോഡി കാണുന്നത് മുബഷീറാണ് ആശുപത്രിയിൽ. തൊട്ടു പിന്നാലെ മുബഷീറിന് റിപ്പോർട്ട് വന്നതിന് തൊട്ടു പിന്നാലെ മുബഷീറിന് വ്യക്തിപരമായിട്ട് അയച്ചിരിക്കുന്ന ചില മെസ്സേജുകളിൽ ആ അമിതമായ ആവേശവും തിടുക്കവും കാണുന്നുണ്ടോ? തീർച്ചയായും അരുൺകുമാർ, അത്തരം ഒരു തിടുക്കം അനുഭവപ്പെട്ടിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. കാരണം അദ്ദേഹം വീണ്ടും വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അത് മറ്റു തരത്തിലുള്ള ദുരൂഹത സംഭവങ്ങളൊന്നും തന്നെ അതിലില്ല. അത് കേവലം ഒരു ലഹരി പദാർത്ഥവുമായി ബന്ധപ്പെട്ട കേസാണ്. മറ്റു ദുരൂഹതകളോ അല്ലെങ്കിൽ പോലീസുകാരുടെ ഇടപെടലോ ഒന്നും തന്നെ അതിലുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ നിലയിൽ അത് ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന ചോദ്യമൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പാകത്തിലുള്ള വാദങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും പല മാധ്യമ പ്രവർത്തകരോടും അദ്ദേഹം അതേ നിലയിലുള്ള അഭിപ്രായങ്ങൾ തന്നെയായിരുന്നു പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനുശേഷം മാധ്യമങ്ങളെ ജനറലായി കണ്ട സമയത്ത് അദ്ദേഹത്തിന്റെ ബൈറ്റിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ ആ ടെക്സ്റ്റ് വീണ്ടും എടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അന്ന് പുലർച്ചെ 5 പേരെ MDMA പിടികൂടിയത് താനൂർ ദേവദാർ പാലത്തിനടുത്തു നിന്നും. പുലർച്ചെ സ്റ്റേഷനിൽ വെച്ച് താമർ ജിഫ്രി കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് ഈ SP പറയുന്നത്. നമ്മൾ ആലോചിക്കണം, മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുണ്ടായിരുന്ന ഡാൻസ് ഓഫ് സംഘമാണ്
ഈ ഒരു താനൂർ ജിഫ്രി അടങ്ങുന്ന സംഘത്തെ പിടികൂടുന്നത്. കൃത്യമായും നിർദ്ദേശപ്രകാരം മാത്രമേ ഈ ഡാൻസ് ഓഫ് സംഘത്തിന് പ്രവർത്തിക്കാൻ സാധിക്കൂ എന്ന് പറയുന്ന സംഘം SP-ക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതായത് ഈ സംഘം ഏതെങ്കിലും തരത്തിൽ SP-യെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയുമോ ഈ ഘട്ടത്തിൽ? കാരണം ഈ വിവരങ്ങളെല്ലാം പൂർണ്ണമായും SP-യെ ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ ചേളാരിയിൽ നിന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയത് മറച്ചുവെക്കുകയും പകരം അത് താനൂരിലെ ദേവദാർ ഫ്ലൈ ഓവറിന് കീഴിൽ എന്ന് കള്ളം പറയുകയും ചെയ്തിരിക്കുന്നത് SP ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ കോട്ട് ചെയ്തുകൊണ്ടാണോ എന്ന് നമ്മൾ വിശ്വസിക്കണോ, അതല്ല ഇവരുടെ ഗൂഢാലോചനയാണോ? തീർച്ചയായും അരുൺകുമാർ, അത്തരമൊരു ഗൂഢാലോചന അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം SP-യുടെ നിർദ്ദേശമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സംഘമല്ല പോലീസിലെ ഡാൻസ് ഓഫ് സംഘം. SP-യുടെ പെറ്റ് എന്ന് പോലും പോലീസിലെ മറ്റൊരു വിഭാഗം വിശേഷിപ്പിക്കുന്ന ഒരു കൂട്ടായ്മയാണ് പോലീസിലെ ഒരു ഡാൻസ് ഓഫ് സംഘം. കാരണം SP-ക്ക് അത്രത്തോളം അടുപ്പമുള്ള, SP പറഞ്ഞാൽ ആ നിലയിൽ കേൾക്കുന്ന ഒരു പോലീസ് സംഘമായിരുന്നു മലപ്പുറം ജില്ലയിൽ ആ ഒരു ഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഡാൻസ് ഓഫ് എന്നുള്ളതായിരുന്നു പോലീസിലെ തന്നെ മറ്റൊരു വിഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത്. കേവലം ഇപ്പോൾ പരപ്പനങ്ങാടി സ്റ്റേഷനിലെ ഒരു CPO ഉണ്ടാകും, താനൂർ സ്റ്റേഷനിലെ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാവും, കോൺസ്റ്റബിൾ ലെവലിലുള്ള ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്കൊന്നും തന്നെ SHOക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവില്ല. കാരണം SP-യുമായി നേരിട്ടായിരുന്നു കമ്മ്യൂണിക്കേഷൻ. പല വിവരങ്ങളും SP-ക്ക് ലഭിക്കുന്ന രഹസ്യ വിവരങ്ങൾ SP ഇവർക്ക് കൈമാറുന്നു. പിന്നീട് ഇവർ പോയിട്ടാണ് ഈ നിലയിലുള്ള ഓപ്പറേഷനുകളൊക്കെ തന്നെ നടന്നത്. സ്വാഭാവികമായും ഈ ഒരു താനൂർ കസ്റ്റഡി കൊലപാതകത്തിൽ ആദ്യഘട്ടത്തിൽ 12 പേരെ ചേളാരിൽ നിന്നും കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുൻപ് ഇവരവിടെ ഉണ്ടായിരുന്നു എന്ന് കൃത്യമായ രഹസ്യ വിവരം മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സുജിത് ദാസിന് അന്ന് ലഭിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മളും മനസ്സിലാക്കുന്നത്. കാരണം ആ വിവരം ഈ 4 ഉദ്യോഗസ്ഥരിലേക്ക് മാത്രമായി അത് ചുരുങ്ങരുത് എന്ന് നമ്മൾ പറയുന്നതിന്റെ കാരണവും മുബഷീർ വ്യക്തമാക്കിയിരിക്കുന്നത് പോലെ. താങ്ക് യു മുബഷീർ. നമുക്കിപ്പം അഷ്കർ അലി കരിമ്പ കൂടി ചേരുന്നുണ്ട്. അഷ്കർ അലി കരിമ്പ, ഈ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട 4 പേരും സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. എന്നാൽ ഇവർക്ക് മുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട CI ജീവൻ ജോർജ് ഉണ്ട്, DYSP VV ബെന്നി ഉണ്ട്, ഒപ്പം SP ആയിരിക്കുന്ന സുജിത് ദാസ് ഉണ്ട്. ഈ സുജിത് ദാസിന് അധികാര കേന്ദ്രങ്ങളുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. സംസ്ഥാനത്തെ ഒരു ഉന്നതാധികാരിയെ അങ്കിൾ എന്ന് പോലും വിശേഷിപ്പിക്കാനുള്ള അധികാരമുള്ള, അവകാശമുള്ള ഒരാളാണ് ഈ സുജിത് ദാസ്. അപ്പോൾ ഈ സുജിത് ദാസ് ഈ ഡാൻസ് ഓഫിലെ തന്റെ സംഘങ്ങൾ ചെയ്ത കുറ്റകൃത്യത്തെ മറച്ചുവെക്കാനായി ഇടപെട്ടു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ നമ്മൾ കരുതേണ്ടി വരില്ലേ? ഈ അന്വേഷണം 4 പേരിൽ മാത്രമായി ഒതുങ്ങുമോ, അഥവാ ഉന്നത ഇടപെടലില്ലാതെ ഇങ്ങനെയൊരു കൊലപാതകം, കസ്റ്റഡി കൊലപാതകം സാധ്യമാണോ? അരുൺ, നേരത്തെ മുബഷീർ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ മലപ്പുറത്തെ ഡാൻസ് ഓഫ് സ്ക്വാഡിന്റെ പൂർണ്ണ നിയന്ത്രണം ഉണ്ടായിരുന്നത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ പക്കലായിരുന്നു. അതിന്റെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് തന്നെ എവിടെയെങ്കിലും ഇത്തരത്തിലൊരു ലഹരി കേസ് ഉണ്ടെങ്കിൽ അത് പിടിച്ചതിന് ശേഷമല്ല SP റിപ്പോർട്ട് ചെയ്യുക. പിടിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ ഉണ്ട്, ഞങ്ങൾ പോകുന്നു, അവിടെ എത്തിയാൽ ഇവിടെ ഇത്ര പ്രതികളുണ്ട്, ഇല്ലെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി അളവിൽ ലഹരി പദാർത്ഥം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഇവരെ ഞങ്ങൾ എന്ത് ചെയ്യണം, ഏത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം എന്നതടക്കം ഓരോ ഘട്ടങ്ങളും ആ SP-യുടെ നിർദ്ദേശപ്രകാരം മാത്രം പരിഗണിച്ച് അത് മാത്രം അനുസരിച്ച് ചെയ്തിരുന്ന ഒരു സംഘമായിരുന്നു മലപ്പുറത്തെ ഡാൻസ് ഓഫ് സ്ക്വാഡ് അംഗങ്ങൾ. പ്രത്യേകിച്ച് ഈ 4 പേരും അങ്ങനെ തന്നെ ആയിരുന്നു. ഈ കേസിലും സംഭവിച്ചത് തന്നെയാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. പക്ഷേ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉന്നത തലങ്ങളിൽ വളരെയധികം ബന്ധമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് മറ്റ് പല ജില്ലാ പോലീസ് മേധാവിമാരും തുടർച്ചയായി ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടപ്പോൾ പോലും മലപ്പുറത്തെ SP-യുടെ കസേരയ്ക്ക് ഒരു ഇളക്കവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല അവസാനം തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ മാറ്റം വന്നപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തൊരു പോസ്റ്റിലേക്ക് ആദ്യം മാറ്റം വരികയും പിന്നീട് അദ്ദേഹത്തിന് വേണ്ടി മാത്രം വീണ്ടും 2-3 തവണ ഉത്തരവുകൾ ഇറങ്ങി അദ്ദേഹത്തിന് കൂടി പ്രാപ്തമാകുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് സൗകര്യപ്പെടുത്തി കൊടുക്കുന്നതും നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിനെ പോലുള്ള ഒരാളിലേക്ക് കേസ് എത്തുമോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഇപ്പോഴും സംശയിക്കുന്നു. കാരണം IPS ലോബി അടക്കം പലതും ഇടപെടുന്നത് കൊണ്ട് തന്നെ ഇത്തരം കേസുകൾ അട്ടിമറിക്കപ്പെടുന്നു എന്നാണ് പോലീസ് കേന്ദ്രങ്ങൾ തന്നെ പറയുന്നത്. പലപ്പോഴും താഴെ തട്ടിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതികളാക്കിക്കൊണ്ട്, കരുക്കളാക്കിക്കൊണ്ട് ഇതിന് ഓർഡറും ഉത്തരവിട്ട യഥാർത്ഥ മേൽക്കോയ്മയിലിരിക്കുന്ന അധികാരികൾ അവർ എപ്പോഴും രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ള പോലീസ് സേനയിൽ അവിടെ താഴെക്കിടയിലുള്ള ഉദ്യോഗസ്ഥർ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ്. മാത്രമല്ല ഈ കേസിൽ ആദ്യം മുതൽ തന്നെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ അപാകതകൾ സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർ സൃഷ്ടിച്ചെടുത്ത കഥ പൊളിയാൻ കാരണം. അവരിട്ട FIR പോലും 4/25 പോലീസ് സ്റ്റേഷനിൽ താമർ ജിഫ്രി കുഴഞ്ഞു വീണു എന്ന് ഒരു FIR രേഖപ്പെടുത്തുകയും മറ്റൊരു FIR-ൽ 7/5 രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ താമർ ജിഫ്രിയെ ലഹരിയുമായി പിടികൂടിയെന്ന് പോലീസ് തന്നെ FIR ഇടുകയും ചെയ്യുന്നു. സ്വാഭാവികമായും ഒരാൾ മരിച്ചതിന് ശേഷം അയാൾക്കെതിരെ ലഹരി കേസിൽ പ്രതി ചേർത്തുകൊണ്ട് പോലീസ് FIR ഇട്ടതിലെ അത്ഭുതമാണ് നമുക്ക് ഈ കേസിൽ പിന്തുടരാൻ പ്രധാനമായും നമുക്ക് തന്നെ തോന്നിപ്പിച്ച കാര്യം. പിന്നീട് പോലീസിന് നടപടി വരുന്നു, 8 പേരെ സസ്പെൻഡ് ചെയ്യുന്നു. അതിൽ 4 പേർ എന്ന് പറയുന്നത് താനൂർ പോലീസ് സ്റ്റേഷൻ
സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ അല്ല. അഥവാ താനൂർ സ്റ്റേഷനിൽ വെച്ച് നടന്ന ഒരു കസ്റ്റഡി മരണത്തിൽ താനൂർ സ്റ്റേഷനിൽ ഇല്ലാത്ത ആളുകൾ എങ്ങനെ സസ്പെൻഡ് ചെയ്യപ്പെട്ടു എന്ന ചോദ്യവും ഇത്തരത്തിൽ ഡാൻസ് ഓഫ് സ്ക്വാഡിന്റെ പങ്ക് വെളിവായി. പിന്നീട് നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ചേളാരിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയതും രാത്രി ബാച്ചലേഴ്സ് ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചതുമടക്കം പിന്നീട് നമ്മൾ കൊണ്ടുവന്ന ഓരോ തെളിവുകൾ, CCTV ദൃശ്യങ്ങളടക്കം പോലീസിന്റെ കഥകൾ മുഴുവൻ പൊളിച്ചു എന്നുള്ളതാണ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൊലക്കുറ്റം ചുമത്താൻ കഴിഞ്ഞതിലേക്കും അവസാനം ഇപ്പോൾ CBI 4 പേരെ അറസ്റ്റ് ചെയ്യുന്നതിലേക്കും എത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിപ്പിച്ചു എന്നുള്ളത് ഏറ്റവും അഭിമാനമായ ഒന്നാണ് എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. ഈ ഘട്ടത്തിൽ അഷ്കറും തുടക്കത്തിൽ മുബഷീറും എടുത്തിരിക്കുന്ന ഈ ഒരു താല്പര്യവും അന്വേഷണത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും വലിയ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് നിങ്ങൾ രണ്ടുപേരും തുടർച്ചയായിട്ട് നിർഭയം റിപ്പോർട്ട് ചെയ്തതുമെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. മറുതലക്കിൽ നിൽക്കുന്നത് ഉന്നതാധികാരികളാണ്. SP ഉണ്ട്, DYSP ഉണ്ട്, CA ഉണ്ട്. ഇവിടെയാണ് വളരെ നിർണായകമായ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി ഞങ്ങളുടെ SIT-യുടെ ചീഫായി TV പ്രസാദിന് ലഭിക്കുന്നത്. കൃഷ്ണലാൽ എന്ന SHOയെ ഈ വിഷയത്തിൽ എങ്ങനെയാണ് ബലിയാടാക്കിയത് എന്നുള്ളതിൻ്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും മൊഴികളുമാണ് റിപ്പോർട്ടർ TVയിലേക്ക് TV പ്രസാദ് എത്തിച്ചത്. TV പ്രസാദ്, ഈ ഘട്ടത്തിൽ കൃഷ്ണലാൽ മാപ്പുസാക്ഷിയാകുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ കൃഷ്ണലാൽ അടക്കമുള്ളവർ ഇപ്പോഴും സസ്പെൻഷനിലാണ്. അതായത് വളരെ ദുരൂഹമായ ഒരു കസ്റ്റഡി മരണം ഉന്നതരുടെ സ്വാധീനത്താൽ ഒളിപ്പിക്കാൻ നടത്തിയൊരു ശ്രമമാണ് റിപ്പോർട്ടർ TV പൊളിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് CBI എത്തിയത്. അറിയേണ്ടത് ഇനി ഈ ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് ഇത് എത്തേണ്ടതല്ലേ എന്നുള്ളതാണ്. കാരണം നിയമസഹായം പോലും ഈ കുറ്റകൃത്യം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകാൻ നിർദ്ദേശിച്ചിരുന്നു DYSP VV ബെന്നി അടക്കമുള്ളവരെന്നുള്ളത് വ്യക്തമായിട്ടുണ്ടല്ലോ നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ. ഉറപ്പായിട്ടും അരുൺ, കാരണം അവിടെ താമിർ ജഫ്രിയെ മർദ്ദിച്ച 4 പോലീസ് ഉദ്യോഗസ്ഥരെ CBI സംഘം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഡാൻസ് ഓഫ് അംഗങ്ങൾക്ക് താമിർ ജഫ്രിയെയും സംഘാംഗങ്ങളെയും പിടികൂടാനും അവരെ ഇങ്ങനെ മർദ്ദിക്കാനും സാഹചര്യമൊരുക്കിയത് ആരുടെ പ്രേരണയാലാണ്? ആരാണ് അതിന് ഗൂഢാലോചന നടത്തിയത്? അതിൻ്റെ ഉത്തരമാണ് ഇനിയിപ്പോൾ സ്വാഭാവികമായും CBI തേടുക. ഇന്നിപ്പോൾ ഈ അറസ്റ്റ് 9 മാസം അല്ലെങ്കിൽ 8 മാസം വൈകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ശാസ്ത്രീയമായ തെളിവുകൾ പൂർണ്ണമായി കിട്ടിയാൽ മാത്രം അറസ്റ്റ് ചെയ്യുന്ന രീതിയാണ് സാധാരണ CBIയുടെ ഒരു അന്വേഷണ രീതി. അതുകൊണ്ട് തന്നെ ഈ 4 പേർ കുറ്റം ചെയ്തു എന്ന് ശാസ്ത്രീയമായി തെളിയിച്ചതിന് ശേഷമാണ് 4 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ഇനിയുള്ള ഘട്ടം കോൺസ്പിറസി പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം SP-യുടെ പങ്കാണ്, മറ്റൊന്ന് DYSP-യുടെ പങ്കാണ്. ഒന്നുകൂടി പറഞ്ഞാൽ റിപ്പോർട്ടർ ഞങ്ങൾ സംപ്രേഷണം ചെയ്ത വാർത്തയിൽ വളരെ ആധികാരികമായി നമ്മൾ പറയുന്നു, നമ്മുടെ കയ്യിലുള്ള തെളിവ് വെച്ച് DYSP ബെന്നി ഈ കേസിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. നിലവിൽ നമ്മുടെ കയ്യിൽ സുജിത്ദാസിനെതിരായി എവിഡൻസുകൾ നമുക്ക് പറയാനില്ല. സുജിത്ദാസിൻ്റെ ഭാഗമായി വരുന്നത് ഡാൻസ് ഓഫ് സംഘാംഗങ്ങൾ. നേരത്തെ അരുണും മുബഷീറും അഷ്കറും പറഞ്ഞതുപോലെ SP-യുടെ നേരിട്ട് കീഴിലുള്ള സംഘമാണ്. SP അറിയാതെ അവർ ചലിക്കില്ല. പക്ഷേ അരുൺ, അതിലൊരു ചോദ്യം, നേരത്തെ അരുൺ ARVRൽ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ചേളാരി എന്ന പ്രദേശത്ത് അവിടെ തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷൻ ഉണ്ടായിട്ടും പിന്നെയും 2 പോലീസ് സ്റ്റേഷനിൽ കടന്ന് അത് VV ബെന്നിയുടെ അധികാര സ്ഥലത്തേക്ക് എത്തിയത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. അവിടെയാണ് കൃഷ്ണലാൽ നമ്മോട് ചോദിച്ച ചോദ്യം അല്ലെങ്കിൽ ചില വെളിപ്പെടുത്തലുകൾ പ്രസക്തമാകുന്നത്. തന്നോടുള്ള വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി തൻ്റെ തലയിൽ താമിർ ജഫ്രിയുടെ കൊലപാതകം കെട്ടിവെക്കുകയായിരുന്നു VV ബെന്നി എന്നാണ് കൃഷ്ണലാൽ പറഞ്ഞത്. കൃഷ്ണലാലോട് ഇപ്പോഴും ഡിപ്പാർട്ട്മെൻറ്റ് വൈരാഗ്യം തീർക്കുകയാണ്. അരുൺ, യഥാർത്ഥത്തിൽ കൃഷ്ണലാലിൻ്റെ വെളിപ്പെടുത്തൽ ഞങ്ങളന്ന് സംപ്രേഷണം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത താമിർ ജഫ്രിയെ പിടിച്ച സമയത്ത് ഒരടി പോലും അടിക്കാത്ത SI കൃഷ്ണലാൽ ഒരുപക്ഷെ ഇന്ന് 4 ഡാൻസ് ഓഫ് അംഗങ്ങളുടെ കൂടെ ജയിലിലേക്ക് പോകുമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും വിവരമനുസരിച്ച് കൃഷ്ണലാലിന് ഇപ്പോൾ ഈ പ്രതിപട്ടികയിൽ നിന്ന് ആ അർത്ഥത്തിൽ ഒഴിവാകാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിരപരാധിയായിരുന്ന കൃഷ്ണലാലിനെ പ്രതിയാക്കാൻ നടത്തിയ ശ്രമം കൂടിയാണ് റിപ്പോർട്ടർ TV പ്രസാദും മുബഷീറും അഷ്കർ അലി കരിമ്പയും നടത്തിയ അന്വേഷണത്തിന്റെയും റിപ്പോർട്ടിന്റെയും ഒടുവിൽ പൊളിച്ചു കളഞ്ഞിരിക്കുന്നത്. താമിർ ജഫ്രിയുടെ കസ്റ്റഡി കൊലപാതകത്തിൽ ഒടുവിൽ നീതിയോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഹാരിസ് ജഫ്രി, താമിർ ജഫ്രിയുടെ സഹോദരൻ നമുക്കൊപ്പം ചേരുന്നു. ഹാരിസ് ജഫ്രി, 4 പേരെ, അതും സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അന്വേഷണം ഉന്നതരിലേക്ക് എത്തണം എന്ന് നിങ്ങൾ കരുതുന്നില്ലേ? ഈ കൊലപാതകം 4 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചു നടത്തിയ ഒരു ഗൂഢാലോചനയായിട്ടാണോ നിങ്ങൾ കരുതുന്നത് ഹാരിസ് ജഫ്രി? ഒരിക്കലുമില്ല. അങ്ങനെ ഒരു
എന്താ പറയുക, ചെറിയ കോൺസ്റ്റബിൾ ഈ ചെറിയ ഉദ്യോഗസ്ഥന്മാർ ചെയ്തൊരു കാര്യമാണെന്നുള്ളത് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം പ്രത്യേകിച്ച് ഈ ഡാൻസ് ഓഫിൻ്റെ ഡാൻസ് ഓഫ് നിയന്ത്രിക്കുന്ന ആൾക്കാർ മേലുദ്യോഗസ്ഥരാണെന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ഡാൻസ് ഓഫിൻ്റെ നിയന്ത്രണങ്ങൾ ആരാണോ നിയന്ത്രിച്ചത് അവരറിയാതെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ കൊലപാതകം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡാൻസ് ഓഫിൻ്റെ ടീമുമായിട്ട് നിരന്തരം സംസാരിക്കുകയും അവരെ മൊഴി ഷേപ്പ് ചെയ്യാനും, ഇപ്പോൾ നിങ്ങളെ റിപ്പോർട്ട് ചാനലിൽ വന്ന പോലെ മൊഴി ഷേപ്പ് ചെയ്യാനും അവരെ സഹായിക്കാനും ഒക്കെ പല ടീമും പുറത്തു വന്നതാണ്. അപ്പോൾ അവരൊന്നും ഇതൊന്നും അറിയാതെ ഒരിക്കലും അതിൽ എടുത്തു ചാടി ഒരു കാര്യങ്ങൾ ചെയ്യില്ല എന്നുള്ളത് വ്യക്തമായിട്ടുള്ളൊരു മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. താബിർ ജഫ്രി, CBI രംഗത്ത് വന്നില്ലായിരുന്നെങ്കിൽ നീതി കിട്ടുമായിരുന്നു എന്ന് കരുതുന്നുണ്ടോ നിങ്ങൾ? ആദ്യം ക്രൈംബ്രാഞ്ചാണല്ലോ അന്വേഷിച്ചിരുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോൾ തന്നെ ക്രൈംബ്രാഞ്ചിന് എത്രത്തോളം സമ്മർദ്ദമുണ്ടെന്നുള്ളത് ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനുള്ള NOC പേപ്പർ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ ഭാഗത്തും അലഞ്ഞു. 4-5 തവണ ഓരോ സ്ഥലത്ത് കറങ്ങിയിട്ടും ആരടുത്ത് പോകുമ്പോഴും ഞങ്ങളല്ല ഇവരാണെന്ന് പറഞ്ഞിട്ട് തട്ടിമാറ്റുകയുണ്ടായത്. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥനായ അതിലെഴുതിയ പ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥനായ അന്നത്തെ സാർ തന്നെയാണ് അതിൽ ഒപ്പിടേണ്ടത്. പക്ഷേ ആ സമയം നമ്മൾ ആദ്യം ചോദിച്ചപ്പോൾ ഞാനല്ല എന്നുള്ളതാണ് എന്നോട് പറഞ്ഞ മറുപടി. പക്ഷേ 4-5 ദിവസം കഴിഞ്ഞു കറങ്ങി തിരിഞ്ഞു വന്നിട്ട് പിന്നെ അവർ തന്നെയാണ് ഒപ്പിട്ടുന്നത്. അപ്പോൾ ആ സാറിന് എത്രത്തോളം സമ്മർദ്ദം മേലെന്നുണ്ടെന്നുള്ളത് നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലായി കാര്യങ്ങൾ ഏത് രീതിയിലാണ്. പക്ഷേ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, താങ്ക് യു. ജഫ്രി, താങ്കൾ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നു. ക്രൈംബ്രാഞ്ചിന് മേലുള്ള സമ്മർദ്ദം ഒരുപക്ഷെ CBI പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ സത്യം പുറത്തു വരുമായിരുന്നില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, കേരളം കണ്ട ഏറ്റവും വലിയ ഗൂഢാലോചന നിറഞ്ഞു നിൽക്കുന്ന ഒരു കസ്റ്റഡി മരണമായിട്ടാണോ താങ്കൾ ഇതിനെ കാണുന്നത്? CBI എത്തിയില്ലായിരുന്നെങ്കിൽ ഈ കേസും ഒരുപക്ഷെ മരവിച്ചു പോകുമായിരുന്നു. ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇടപെടേണ്ടി വന്നു എന്നതുകൊണ്ട് തന്നെ 1-2 കാര്യങ്ങളൂടെ ഞാൻ നിങ്ങളോട് ഉണർത്തുകയാണ്. അതായത് ഈ കേസിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഒഫൻസ് കമ്മിറ്റ് ചെയ്തത് 1/8/2023. 10/8/2023 ഈ ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിൻ്റെ സെക്ഷൻ 6 പ്രകാരം CBIക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതിനുള്ള തീരുമാനം സ്റ്റേറ്റ് ഗവൺമെൻറ് എടുത്തു. ഈ 10 ദിവസത്തിനകത്താണ് ഇൻവെസ്റ്റിഗേഷൻ ക്രൈംബ്രാഞ്ചിൽ മാറുകയും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുകയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരികയും പോസ്റ്റ്മോർട്ടം മറ്റു കാര്യങ്ങളൊക്കെ നടന്നു. ഈ 10 ദിവസം നടന്നതിന് ശേഷം വീണ്ടും ഈ റീപോസ്റ്റ്മോർട്ടം നടത്തുന്നതിനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തുകയുണ്ടായി. ആ അറ്റംപ്റ്റ് നടത്തുന്ന സിറ്റുവേഷൻ വരുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ CBIക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ തീരുമാനിച്ച സ്റ്റേജിലാണ് കേട്ടോ. 23/8/2023 ഹാരിസ് ജഫ്രിക്ക് വേണ്ടിയിട്ട് ഞാൻ കോടതിയിൽ ഒരു പെറ്റീഷൻ മൂവ് ചെയ്തു. ആ പെറ്റീഷൻ മൂവ് ചെയ്ത് അടിയന്തരമായി CBIക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. അതിനിടയ്ക്ക് മറ്റു തരത്തിലുള്ള ഇത് നടത്താൻ പാടില്ല. കാരണം പോലീസിനെതിരെയുള്ള അന്വേഷണമായതുകൊണ്ട് നിലവിലുള്ള ക്രൈംബ്രാഞ്ചോ പിന്നെ ഡോക്കറ്റ് പോലീസോ ഒന്നും അതിനകത്ത് ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ലായത്. അതിനുശേഷം 2023 ഈ സെപ്റ്റംബർ 8 ഹൈക്കോടതിയാണ് ആ ഉത്തരവിലാണ് ഇത് ഒരാഴ്ചക്കകം ഫയലുകൾ CBIക്ക് ഹാൻഡ് ഓവർ ചെയ്യണമെന്നും CBIക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കണമെന്ന് പറയുന്നത്. അതായത് ഈ 8 വരെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ CBI ഇൻവെസ്റ്റിഗേഷന് ഉത്തരവിട്ട 1/8 മുതൽ 8/9 വരെ തീരുമാനങ്ങളൊന്നും ഇത് ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നൊരു ഫാക്റ്റുണ്ട്. അതിനും ഒരാഴ്ചക്കകമാണ് ഇത് ഹാൻഡ് ഓവർ ചെയ്യപ്പെടുന്നത്. ഈ 30 ദിവസം ഹാൻഡ് ഓവർ ചെയ്യാനുണ്ടായ ഒരു ഡിലേ പോലും സംശയാസ്പദമാണ്. ഈ സംശയാസ്പദമായ സാഹചര്യത്തിൽ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. ഇനി ഇപ്പോൾ CBI ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത് നമ്മളിപ്പോൾ സെപ്റ്റംബറിൽ നിന്നും നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് മെയ് മാസത്തിലാണ്. ഈ സെപ്റ്റംബർ മുതൽ മെയ് മാസം വരെയുള്ള ഈ സമയം കൊണ്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി 4 പേരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥ അലിഗേഷൻ ഇതിനകത്ത് പ്രതികളായി വരേണ്ട പ്രധാനപ്പെട്ട ആളുകൾ, ഡാൻസ് ഓഫിലെ ആളുകൾ, മറ്റു പല സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല.
എന്ന് മാത്രമല്ല ഡാൻസ് ഓഫ് പോലെയുള്ള സ്പെഷ്യൽ ടീമിനെയൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് സ്പെഷ്യൽ ഒഫൻസസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്നതിൽ പോലീസ് ആക്ടിൽ പ്രൊവിഷൻ ഉണ്ട്, സെക്ഷൻ 21 ആണെന്ന് തോന്നുന്നു. അതൊക്കെ അവർക്ക് ചെയ്യാം, അതിനുള്ള അധികാരമുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള മൂന്നാം മുറകൾ നടത്തിക്കൊണ്ട് എന്തും ചെയ്യാനുള്ള അധികാരമായി അതിനെ കണക്കാക്കാൻ പാടില്ല. ആരോടും അക്കൗണ്ടബിൾ അല്ലാത്ത രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് ഏത് കോസിന് വേണ്ടിയാണ്? ഇപ്പം നർക്കോട്ടിക്സ് ആണ് ഇഷ്യൂ, അത് ഒരു സീരിയസ് ഇഷ്യൂ ആണ്, സമൂഹത്തിനുണ്ടാകുന്ന വലിയ ഒരു അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ക്വസ്റ്റ്യനാണ്. ആ പേര് ഉണ്ട് എന്നതുകൊണ്ട് എന്ത് ഇല്ലീഗാലിറ്റിയും എന്ത് എക്സസും കാണിക്കാനുള്ള അധികാരമാണെന്ന് ഡാൻസ് ഓഫ് കരുതുന്നു. ഡാൻസ് ഓഫ് എന്നല്ല, അങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ബോഡീസ് കരുതുന്നു. ഇത് കൺട്രോൾ ചെയ്യപ്പെടേണ്ടതുണ്ട്. എനിക്ക് കുറ്റപ്പെടുന്നതായിട്ട് കരുതരുത്. അങ്ങനെ കൺട്രോൾ ചെയ്യപ്പെടണമെന്ന് ഞാൻ പറയുന്നത്, ഡിസ്ട്രിക്ട് പോലീസ് ചീഫിൻ്റെ സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരു പ്രൊട്ടക്ഷൻ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുന്നു എന്ന് എനിക്ക് തോന്നുകയാണ്. അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. കാരണം തെറ്റ് ചെയ്തത് ആരായിരുന്നാലും ഏത് തരത്തിലുള്ള സീനിയർ ഓഫീഷ്യലാണെങ്കിലും ശരി, അയാളുടെ ഭാഗത്തൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഡയറക്ട്ലി ഇൻവോൾവ് ആണ് പല സ്റ്റേജിലും. അവരുടെ CDR ഒക്കെ ചെറുവിരൽ പോലും ആദ്യഘട്ടത്തിൽ എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്. അദ്ദേഹത്തെ അവിടെ നിന്ന് സ്ഥാനചലനം നടത്തി കൂടുതൽ മെച്ചപ്പെട്ട സ്ഥാനത്തേക്കാണ് മാറ്റുകയും ചെയ്തിരിക്കുന്നത്. മുഹമ്മദ് ഷാ, ഞാൻ ഒന്ന് രാജ്മോഹനിലേക്ക് കൂടി പോയി വരാം. ശ്രീ രാജ്മോഹൻ, ഈ കേസിൽ അടിമുടി ദുരൂഹതയുണ്ടാവുന്നത് ഈ കുറ്റകൃത്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ചു പിടിച്ചു നിർത്താൻ DYSPയും SP കാണിച്ച അമിത ആവേശമാണ്. ആ അമിതാവേശം അവർക്ക് നിയമസഹായം നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയ വിവരം റിപ്പോർട്ടർ TV ആണ് പുറത്തുവിട്ടത്. CBI വന്നില്ലായിരുന്നെങ്കിൽ ഇത്തരമൊരു കേസിൽ ഒരുപക്ഷെ എല്ലാ തെളിവുകളും സംസ്ഥാന പോലീസ് തേച്ചുമായ്ച്ചു കളയുമായിരുന്നുവെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ശ്രീ അരുണ്, താങ്കളിപ്പം പറഞ്ഞ ഈ സ്റ്റോറി കംപ്ലീറ്റ് വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇത് പൊതുസമൂഹത്തിന്റെ ചോദ്യമാണ് മിസ്റ്റർ അരുൺ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ശ്ലാഘനീയമാണ്, വണ്ടർഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കാരണം പൊതുസമൂഹത്തിലും ഇതുമായി ബന്ധപ്പെട്ട മരിച്ച ആളുടെ ബന്ധക്കാർക്ക്, പൊതുസമൂഹത്തിന്, പൊളിറ്റിക്കൽ പാർട്ടിക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് സംശയമുണ്ട്. ആ സംശയം ദൂരീകരിക്കുന്ന ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും സംസ്ഥാന സർക്കാർ തന്നെയാണ്. എന്തുകൊണ്ടോ സംസ്ഥാന സർക്കാർ ഫെയിലിയർ ആയി എന്ന് നമുക്കൊക്കെ തോന്നും. അത്തരത്തിൽ നമുക്കൊക്കെ തോന്നി വരുമ്പോഴാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും CBI ഇൻവെസ്റ്റിഗേഷൻ വന്നിട്ട് 4 ആൾക്കാരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ ഡാൻസ് ഓഫ്, അതായത് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ്, ഡിസ്ട്രിക്ട് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ്, ഈ നാർക്കോട്ടിക് പോലെയുള്ള കാര്യങ്ങളിൽ ആ ജില്ലക്കകത്ത് ഉള്ള ആ മെനേഴ്സ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചില സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവര് ആദ്യമൊക്കെ വണ്ടർഫുള്ളായി വർക്ക് ചെയ്ത് കാണും, ഒരുപാട് കേസ് പിടിച്ച് കാണും. അത്തരത്തിൽ ജില്ലക്കകത്ത് ഈ മയക്കുമരുന്നിന്റെ ഒക്കെ ഒരു കൺട്രോൾ വന്നു കാണുമായിരിക്കും. അങ്ങനെ വന്നു കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഈ സ്ക്വാഡ് മെമ്പേഴ്സിന് വല്ലാതെ തലക്കനം വരും. അവര് SPI ഡയറക്റ്റായി ഡീൽ ചെയ്യും. അപ്പം അവർക്ക് സ്റ്റേഷനിലോ SHOമാരെടുത്തോ അല്ലെങ്കിൽ അവരോടൊന്നും ആൻസറബിൾ അല്ല, ദേ ആർ ആൻസറബിൾ ഡയറക്ട് ടു സൂപ്രണ്ട് ഓഫ് പോലീസ്. അപ്പൊ സൂപ്രണ്ട് ഓഫ് പോലീസിന്റെ ഒരു സപ്പോർട്ടുള്ള ഒരാളെന്ന നിലയിൽ അവർക്ക് ഫ്രീ ഫോർ ഓൾ എന്ന നിലയിൽ കാര്യങ്ങൾ ജില്ലക്കകത്ത് മുഴുവൻ സഞ്ചരിക്കുകയാണ്. അവരെല്ലാവർക്കും ഭയമായിരിക്കും. ഇതൊക്കെ സാധാരണ കണ്ടുവരുന്നതാണ്. അപ്പൊ സാധാരണ ചെയ്യുക, ഇത്തരത്തിലുള്ള ഈ സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് ഉണ്ടാക്കുമെങ്കിൽ അവരെ ഒരു 6 മാസത്തിന് ശേഷം മാറ്റി വേറെ പുതിയ ഇതുപോലെയുള്ള എക്സ്പേർട്സിനെ കൊണ്ടുവരും. അല്ലാതെ അവരെ തന്നെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് അധികാരം തലക്ക് പിടിച്ച് ജില്ലാ ഹെൻച്ച്മെന്നായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. SP-യുടെ പെറ്റെന്നായിരുന്നു അത്രേ രാജ്മോഹൻ ഈ ഡാൻസ് ഓഫ് ടീമുകൾക്ക് ഒരു വിളിപ്പേര്. എക്സാക്ട്ലി, ശരിയായിരിക്കാം. അത്തരത്തിലുള്ള ഒരു ഔട്ട് ഓഫ് ദ വേ നീങ്ങുന്ന, അതായത് നമ്മളൊക്കെ ഈ പൊതുസമൂഹത്തിൽ ആരും അപ്രീഷിയേറ്റ് ചെയ്യില്ല. കാരണം പോലീസിന്റെ ഒരു മർദ്ദനം കൊണ്ട് ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ നോബഡി വിൽ അക്സെപ്റ്റ് ഇറ്റ്. കാരണം നമ്മൾ സുപ്രീം കോടതി നിർദ്ദേശം തന്നിട്ടുണ്ട്, മനുഷ്യാവകാശ നിർദ്ദേശം തന്നിട്ടുണ്ട്. അവിടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറയുന്നുണ്ട് ചില റൈറ്റ് ഉണ്ട് സിറ്റിസണ്. അത് പാലിക്കാൻ വേണ്ടി എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ബാധ്യസ്ഥരാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആംഗിൾ കൂടിയുണ്ട്. ഈ താമിർ ജഫ്രി ഈ കേസുമായി ബന്ധപ്പെട്ട ഒരാളുടെ പേര് പറയാൻ ശ്രമിച്ചിരുന്നു. അയാളുടെ പേര് പറയുമ്പോഴൊക്കെ ക്രൂരമായ മർദ്ദനം എന്നാണ് ഈ താമിർ ജഫ്രിയോടൊപ്പം കസ്റ്റഡിയിലാവുകയും പിന്നീട് പുറത്തു വരികയും ചെയ്തവരുടെ മൊഴികളുള്ളത്. എന്ന് പറഞ്ഞാൽ മറ്റൊരു ആംഗിളിൽ ഒരു ഗൂഢാലോചന താങ്കൾ കാണുന്നുണ്ടോ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ? ആരുടെയോ ഒരു പേര് പറയുന്നു, അയാളുടെ പേര് പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ നിശബ്ദനാക്കി എന്നാണ് ഒരു ആക്ഷേപമുള്ളത്. അതിൽ കഴമ്പുള്ളതായി കരുതുന്നുണ്ടോ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ? തീർച്ചയായിട്ടും. ഞാൻ എന്ത് കോസിന് വേണ്ടിയിട്ടാണോ ഡാൻസ് ഓഫ് എന്ന സ്പെഷ്യൽ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, ആ കോസിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അരുൺ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. അതായത്
ഇത് ആരാണ് ഇവിടെ നർക്കോട്ടിക്സ് സപ്ലൈ ചെയ്യപ്പെടുന്നത് എന്ന ചോദ്യത്തിലേക്ക്, അതിൽ ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കിൻപിൻ ആരാണ് എന്നതിലേക്ക് ആൻസറുകൾ പുറത്തു വന്നേക്കുമെന്ന ഭീതിയാണോ ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിത്തീർന്നതെന്ന് സംശയിക്കുന്നത്? അത് വലിയ അപകടകരമായ ഒരു സംശയം കൂടിയാണ്. ഒരു നിമിഷം ഹാരിസ് ജഫ്രി, അങ്ങനെ ഒരു സംശയം ഹാരിസ് ജഫ്രിക്കുണ്ടോ? അതായത് താമിർ ജഫ്രി ആ അർത്ഥത്തിൽ പുറത്തു പറയാൻ ഒരു പേര് താമിർ ജഫ്രിക്ക് ഉണ്ടായിരുന്നു, ആ പേര് പറയാതിരിക്കാൻ വേണ്ടിയാണ് താമിർ ജഫ്രിയെ കൊന്നു കളഞ്ഞത് എന്ന് കരുതുന്നുണ്ടോ ഹാരിസ് ജഫ്രി? അങ്ങനെ ഡയറക്റ്റ് ഒരു ആക്ഷേപം നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഈ കേസിൽ 12 പേരിൽ 5 പേരിലും ഒരേപോലത്തെ കേസാണ് അനിയൻ്റെ പേരിൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ അനിയനെ ഇവർ അടിച്ചു കൊന്നു. അപ്പോൾ അതിലെന്തോ വേറെന്തോ ഒരു ഉദ്ദേശം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ അവർ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യില്ലല്ലോ. അത് സാറ് പറഞ്ഞത് ആവാം, അല്ലാതിരിക്കാം. അതിനെപ്പറ്റി അത്ര ഒരു സംശയം നമുക്ക് അറിയില്ല. പക്ഷെ എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇനി എസ് പിമാരുടെ ഒരു വലിയ ഒരു സംഘമുണ്ട്, IPS ലോബിയുണ്ട്. ഇതൊക്കെ ഈ കേസ് അട്ടിമറിച്ച് കളഞ്ഞേക്കാം എന്നൊരു ഭയമുണ്ട്. ഇതിനകം തന്നെ ഈ സ്കോർ സെറ്റിലായിട്ടുണ്ട്. ഈ 4 സിവിൽ പോലീസ് ഓഫീസറിലേക്ക് ഈ അന്വേഷണം എത്തുകയും ഇവരിൽ ഒതുങ്ങുകയും ചെയ്യുമെന്നൊരു ഭയമുണ്ട് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായ്ക്ക്. തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോൾ റൂൾ ഓഫ് ലോ പ്രിവെയിൽ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കോൺഫിഡൻസ് സമൂഹത്തിന് ഇൻസ്റ്റിൽ ചെയ്യപ്പെടണമെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ കൾപ്രിറ്റ്സ് ഇതിനകത്ത് ഇതിനെ ആരാണ് ഇതിൻ്റെ സൂത്രധാരകൾ, ഇതിനകത്തൊക്കെ ഇത്രയധികം ധൈര്യം കൊടുത്തുകൊണ്ട് ഒരു കൊലപാതകത്തിലേക്ക് ലീഡ് ചെയ്യുന്ന തരത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്ന ഓഫീസേഴ്സ് ആരാണോ അവരിലേക്ക് എത്താൻ കഴിയുന്നില്ലെങ്കിൽ സമൂഹത്തിന് കോൺഫിഡൻസ് നഷ്ടപ്പെടും. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സിസ്റ്റം, കാരണം അധികാരമുള്ളവർ അല്ലെങ്കിൽ ആ സീനിയോറിറ്റി ഉള്ള അല്ലെങ്കിൽ അവർക്കൊരു ക്ലൗട്ടുള്ള ആളുകൾക്ക് ഇത് എത്തില്ല എന്ന തോന്നൽ അപകടകരമായ സന്ദേശമാണ് കൊടുക്കുന്നത്. രാജ്മോഹൻ, എനിക്കറിയാം താങ്കൾ ഒരു റിട്ടയർഡ് SP ആണെങ്കിലും IPS ലോബി ഈ കേസിൽ കളിക്കുന്നുണ്ട് എന്നൊരു സംശയം പുറത്തു പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭയം നമുക്കുണ്ടാവേണ്ട ആവശ്യമുണ്ടോ? കാരണം ഇതിലെ SP സ്ഥാനത്തിരിക്കുന്നയാൾ കേരളത്തിൽ ഏറ്റവും അധികാരമുള്ള ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നയാളെ അങ്കിളെന്ന് വിളിക്കത്തക്ക രീതിയിൽ പോലും സ്വകാര്യ അടുപ്പമുള്ള ആളാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ കേസിൽ ഉന്നതങ്ങളിലേക്ക് എത്തില്ല, ഈ 4 CP ഓഫീസർമാരിലേക്ക് മാത്രമായി ചുരുങ്ങുമെന്ന് ഒരു ഭയമുണ്ടോ രാജ്മോഹൻ? അല്ല ശ്രീ അരുൺ, നമ്മളൊരു മുൻവിധി വേണ്ട. കാരണം സ്വാഭാവികമായിട്ടും CBI ഒരു ഏജൻസി ഈ കേസ് അന്വേഷിക്കട്ടെ. അന്വേഷിച്ചിട്ട് അവർക്ക് എങ്ങനെയാണ് ഈ SPയോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ബാക്കി ആൾക്കാരെയും ഇതിൽ ലിങ്ക് ചെയ്ത് അവരെങ്ങനെയാണ് എവിഡൻസ് കളക്ട് ചെയ്തതിനു ശേഷം നമുക്കിത് പറയാൻ പറ്റുള്ളൂ. കാരണം എവിഡൻസ് കളക്ട് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ജില്ലാ പോലീസ് മേധാവിയോ അല്ലെങ്കിൽ സബ് ഡിവിഷണൽ ഓഫീസറോ അല്ലെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടറോ ഈ 4 ആൾക്കാർ പക്ഷെ അപ്പോഴും രാജ്മോഹൻ, എൻ്റെ ഒറ്റ സംശയം ഇത്രയേ ഉള്ളൂ. ഡാൻസ് ഓഫിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ചായിരിക്കുമോ കളവ് പറഞ്ഞത് SP മാധ്യമങ്ങളോട്? SPക്ക് കാര്യങ്ങൾ കൃത്യമായും ഡാൻസ് ഓഫ് റിപ്പോർട്ട് ചെയ്യുമല്ലോ. SPയെ തെറ്റിദ്ധരിപ്പിക്കാൻ വഴിയില്ലല്ലോ ഡാൻസ് ഓഫ് അംഗങ്ങൾ. അപ്പോൾ ചേളാരിയിൽ നിന്ന് പിടിച്ചിട്ടും അത് താനൂരിലെ ഫ്ലൈ ഓവറിന് കീഴിലാണ് എന്ന് കളവ് പറഞ്ഞത്, അത് ഒരു കുറ്റമായി ഗൂഢാലോചനയുടെ ലിങ്കായി നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയില്ലേ രാജ്മോഹൻ? അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ആ ഏജൻസിയുടെ ആ ഒരു കാപ്പബിലിറ്റി മായിരിക്കും. അവരെങ്ങനെയാണ് ആ എവിഡൻസ് ടേക്ക് ഓവർ ചെയ്യുന്നത്. പക്ഷെ അപ്പോൾ രാജ്മോഹൻ, എന്റെ ചോദ്യം ഇതാണ്, ഡാൻസ് ഓഫിലെ അംഗങ്ങൾ നേരിട്ട് SPയെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയുണ്ടെന്നാണോ താങ്കൾ കരുതുന്നത്? അതല്ല കരുതിക്കുട്ടി SP കള്ളം പറയുകയായിരുന്നു എന്നാണോ ധരിക്കേണ്ടത്? അല്ല, വ്യക്തമായിട്ട് പറയാണ്. നമുക്കിപ്പോ ഈ വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത്, ഈ നിങ്ങൾ പറഞ്ഞ കഥകൾക്ക് മനസ്സിലാകും, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അറിയുമായിരിക്കാം. പക്ഷേ അതൊരു ഫിസിക്കൽ എവിഡൻസ് ആയി വരുന്ന അത് SPക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തു എന്ന് പറയാൻ ഉള്ള ഒരു എവിഡൻസ് ഈ അന്വേഷണ ഏജൻസി കളക്ട് ചെയ്യണം. അത് കളക്ട് ചെയ്യാത്ത കാലത്തോളം നമ്മൾ ഈ പല പ്രിസംപ്ഷൻസ് പറഞ്ഞൊരു കാര്യമില്ല. there should be evidence, പ്രോസിക്യൂട്ടബിൾ ആയ എവിഡൻസ് വേണം. SP സുജിത് ദാസ്, VV ബെന്നി, DYSP CI ജീവൻ ജോർജ്, ഇവരിലേക്ക് അന്വേഷണം എത്തുമോ എന്നത് തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നതും. നന്ദി ഹാരിസ് ജഫ്രി, നന്ദി രാജ്മോഹൻ, നന്ദി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ. ഒപ്പം ഞങ്ങളുടെ പ്രതിനിധികൾ അഷ്കർ അലി കരിമ്പ, TV പ്രസാദ്, മുബഷിർ P അക്ബർ ചർച്ചയിൽ പങ്കുചേർന്നതിന്. Debate with Arun Kumar.